പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗം എങ്ങനെ സംഘർഷ കലുഷിതമായിരുന്നോ അതിനപ്പുറമുള്ള ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് ഇന്ത്യത ജൂലൈ 13 തിങ്കളാഴ്ചയും എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അമേരിക്ക അതിൻ്റെ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നിട്ട് നേരത്തെ നിർത്തിപ്പോയിരുന്ന ബ്ലോക്കേഡ് ഉപരോധം ഇപ്പോൾ പുതിയ രൂപത്തിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നു എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഒരു കപ്പലിനെയും അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല നിലപാടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത് കപ്പലിനും പോകാം, ഇറാൻ്റെ കപ്പലുകൾ ഒഴികെ. അല്ലെങ്കിൽ ഇറാൻ്റെ തുറമുഖ പ്രദേശങ്ങളിൽ പോയി എണ്ണയോ ഗ്യാസോ എടുക്കാൻ പോകുന്ന കപ്പലുകൾ ഒഴികെ ബാക്കിയുള്ള കപ്പലുകൾക്കെല്ലാം പോകാൻ അവസരമൊരുക്കുന്ന വിധത്തിൽ ഒരു ഇറാനിയൻ ബ്ലോക്കേഡ് എന്ന് വിളിക്കാവുന്ന സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാണ് പുതിയ അറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി ആ കടൽ ഭാഗം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇറാൻ അതിലേ പോകുന്ന കപ്പലുകളെ തടയിടാൻ ശ്രമിച്ചാൽ അതിന് മറികടന്നുകൊണ്ട് പോകുന്ന കപ്പലുകൾക്ക് വരുന്ന ചെലവിൻ്റെ 20% റീഇംബേഴ്സ് ചെയ്യാൻ അമേരിക്ക തയ്യാറാണ് എന്നുകൂടി പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപനമായി നടത്തിയിരിക്കുകയാണ്. കൈവശാവകാശം ഇറാനാണ് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രക്ഷകർത്താവ് തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും രംഗത്ത് വരുന്നതാണ് ജൂലൈ 13 വൈകുന്നേരം നമ്മൾ അറിയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നശിപ്പിക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്ക മേഖലയിലെ ഓയിൽ സപ്ലൈ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് ഇറാൻ്റെ ആരോപണം. ഒരു കാരണവശാലും അമേരിക്കയുടെ റോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഗാർഡും രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കുമിടയിൽ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ 2 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ട്രാഫിക് ഇന്ന് ഈ തിങ്കളാഴ്ച ഈ ജൂലൈ 13 ഹോർമൂസ് വഴിയുള്ള ഏറ്റവും കുറഞ്ഞ ട്രാഫിക് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. അതിന് കാരണം ഇനി എടുത്തു പറയണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട അമേരിക്ക ഇറാൻ സംഘർഷം തന്നെയാണ്. ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. അതിശക്തമായ ആക്രമണങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, മറ്റു പല വിധത്തിലുള്ള വിമാനങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം 2 ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ബന്ദർ അബ്ബാസ് ഭാഗത്ത് കഴിഞ്ഞ രാത്രിയിൽ ചെയ്തതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും ചിത്രങ്ങളും പുറത്തു വരുമ്പോൾ ബന്ദർ അബ്ബാസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇറാൻ്റെ തന്നെ ഒരു ഷിപ്പ് മെയിൻ്റനൻസ് സെൻറ്റർ അതിനെ നശിപ്പിച്ചതായിട്ട് വിവരമുണ്ട്. ഈ കപ്പലുകളൊക്കെ ഹോർമൂസ് വഴി കടന്നു പോകുമ്പോൾ ചില മുങ്ങിക്കപ്പലുകൾ വഴി വന്നിട്ട് ഇറാൻ്റെ ഗാർഡുകൾ ആക്രമണം നടത്തുന്നു എന്ന് സംശയിച്ചുകൊണ്ട് ആ മുങ്ങിക്കപ്പലിൽ ഒരെണ്ണത്തെ നശിപ്പിച്ചതായും അമേരിക്ക അവകാശപ്പെടുകയാണ്. മാത്രമല്ല, കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ കടന്നു പോകുമ്പോൾ തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും വസ്തുവകകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ബന്ദർ അബ്ബാസിനെ ചുറ്റിപ്പറ്റി ഇറാൻ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പരിണിതഫലം ഈ വാർത്തകളിൽ ഇങ്ങനെ കേൾക്കുന്നത് പോലല്ല. പല സ്ഥലങ്ങളിലും അത്യാവശ്യ സാധനങ്ങൾ എത്താൻ വൈകുന്നതുകൊണ്ട്, വില വർദ്ധിക്കുന്നതുകൊണ്ട് ജനജീവിതം അക്ഷരാർത്ഥത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആക്രമണം നേരിടുകയാണ് ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ്. കുവൈറ്റിൻ്റെ ഇറാഖിലെ ബസ്രയിലെ കോൺസുലേറ്റിന് മേൽ ഇറാൻ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ട് വരികയാണ്. അതിനെ നിർവീര്യമാക്കാൻ കഴിഞ്ഞുവെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വലിയൊരു പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യമായി മാറിയെന്ന് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ്. ബഹ്റൈൻ ഇന്ന് വെളുപ്പിനുണ്ടായ സാഹചര്യത്തെ നിർവീര്യമാക്കി. കുവൈറ്റ് അതിനുവേണ്ടി ശക്തമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടപെടുകയാണ്. ആക്രമണം നേരിടുന്ന ജോർദാനും ബഹ്റൈനും കുവൈറ്റിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് UAE ശക്തമായ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുകയും ആ സോളിഡാരിറ്റി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറുഭാഗത്തെ കാര്യം കൂടി ഒന്നറിയണം. ചില ആളുകൾ പറയും, ഈ ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഒന്ന് കറങ്ങിച്ചുറ്റിയാലും ബാബൽ മന്ദബ് വഴി ചെങ്കടലിലൂടെ സൂയസ് കനാൽ കടന്നു പോകാമല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നൊരു വാർത്ത, യമൻ്റെ ഭാഗമായിട്ടുള്ള ഏദൻ ആ തുറമുഖ പ്രദേശത്ത് വെച്ച് ചെറിയ ബോട്ടുകളിൽ വന്ന ചില ആളുകൾ
വലിയ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടി അടുത്തോട്ട് വന്നെന്നും അവർ തമ്മിൽ ചെറിയ കയ്യാങ്കളികൾ എന്നതുപോലെ കടൽ വെച്ചുണ്ടായെന്നും പിന്നെ ആ ചെറിയ ബോട്ടുകൾ മാറിപ്പോയെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കൂടി ആവശത്തും രൂക്ഷമായാൽ ലോകം ചെറിയ പ്രതിസന്ധിയല്ല നേരിടുക. പക്ഷേ ഇതിൽ നിന്നൊക്കെ മുതലെടുപ്പ് നടത്തുന്ന ചില ഓഹരി കമ്പോളക്കാരുണ്ട്. അവർ ധനികരിൽ ധനികരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന മറുവശ സത്യം കൂടി ഈ സമയത്ത് നിഷ്പക്ഷമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മൾ ഒന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം യൂറോപ്പിലെ 3 ശക്തികൾ, E3 എന്നറിയപ്പെടുന്ന ശക്തികളുണ്ടല്ലോ, ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും, അവർ ഇറാനോട് ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലപാട് നിങ്ങൾ അവസാനിപ്പിക്കണം, ചർച്ചയിലേക്ക് തിരിച്ചു വരണം. ഏതായാലും ലോകത്തിന് ബോധോദയം ഉണ്ടായിട്ട് കുറച്ച് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നത് മനസ്സിലായല്ലോ. എന്ത് സാഹചര്യമാണെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ നമ്മൾ തെളിയിച്ചതുമാണ്. അത്തരം ചർച്ചകളിലേക്ക് അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഇറാനാണെങ്കിലും വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി. Night Updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.